Welcome back to next video lecture from compressible fluid flow. Today we are discussing a topic FANNO flow. Okay, in the previous live lectures we were discussed about the concept of FANNO flow and the theories regarding that topic. Today we are discussing some problems from FANNO flow. Okay, what is FANNO flow? If the coefficient of friction, that is the frictional effect, is the major driving potential in order to change the properties of the fluid, then it is known as FANNO flow. അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ലൈനിൽ കൂടെ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുവാണ്. അപ്പം അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ റീസണായ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പൊട്ടൻഷ്യലായ കാര്യം എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ എഫക്റ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാന്ന് പറഞ്ഞിരിക്കുന്നത് FANNO flow. ദ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് with the frictional effect, that is the FANNO flow. Okay, constant area duct with the frictional effect is generally known as FANNO flow. That is, what is FANNO flow? If the frictional effect is the major driving potential in order to change the properties of the fluid, then it is known as FANNO flow. Okay, നമുക്ക് FANNO ഫ്ലോയുടെ പ്രോബ്ലം നോക്കാം. അപ്പോൾ FANNO ഫ്ലോയുടെ പ്രോബ്ലം നമ്മൾ നേരത്തെ ഐസെൻട്രോപിക് ഫ്ലോ പഠിച്ചായിരുന്നു, റെയിലേ ഫ്ലോ പഠിച്ചായിരുന്നു. അതിനുമായിട്ട് ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉള്ള പ്രോബ്ലമാണ്. ഇപ്പോൾ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് ആണ്, റെയിലേ ഫ്ലോ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് വിത്ത് ഫ്രിക്ഷണൽ എഫക്റ്റ് ആണ് ആക്ച്വലി FANNO ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഡക്റ്റ് കൺസിഡർ ചെയ്യാം. ഡക്റ്റിന്റെ ഇല്ലറ്റ് പോർഷൻ, ദാറ്റ് ഈസ് ഇക്വൽ സെക്ഷൻ 1, നെക്സ്റ്റ് പോർഷൻ ദാറ്റ് ഈസ് ദി സെക്ഷൻ 2, that is a constant area duct. Okay, similarly next value എന്ന് പറയുന്നത് ഞാനൊരു റെഫറൻസ് സെക്ഷൻ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ആ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് എന്ത് പറയുന്നത് റെയിലേ ഫ്ലോ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ദാറ്റ് ഈസ് ദി റെഫറൻസ് സെക്ഷൻ ഓർ ക്രിട്ടിക്കൽ സെക്ഷൻ, ദാറ്റ് ഈസ് ദി മാർക്ക് നമ്പർ അറ്റ് ദി റെഫറൻസ് സെക്ഷൻ ഓർ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഈക്വൽ ടു 1 ആ വാല്യൂ. ദാറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പൈപ്പ്, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി പൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാക്സിമം ലെങ്ത് ഓഫ് ദി പൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 ആണെന്ന് പറയുന്നത് മാക്സിമം ലെങ്ത് ഓഫ് ദി പൈപ്പ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് രണ്ട് പാരാമീറ്ററും കൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെക്ഷൻ 1 ആൻഡ് റെഫറൻസ് സെക്ഷൻ ഓർ ക്രിട്ടിക്കൽ സെക്ഷൻ ഓർ the section in which the Mach number is equal to 1 is known as L max 1. That is a maximum length of the pipe in between the reference section and critical section. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും വരുന്നത്? That is the maximum length between the second section or exit section and reference section, that is equal to L max 2 വാല്യൂ. ഓക്കെ, L max 2 ആണ് വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഇവിടുത്തെ മാർക്ക് നമ്പർ ദാറ്റ് ഈസ് equal to M1, that is equal to T1, that is equal to P1, C1. Similarly, that is equal to M2, T2, P2, C2. Similarly, P01, T01, P02, T02. Then star condition, that is equal to T star, P star, P0 star, T0 star, etc. ഓക്കെ, T0 സ്റ്റാർ എക്സെട്ര. ഓക്കെ, ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് FANNO ഫ്ലോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? ക്വസ്റ്റിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത് ഫ്രിക്ഷണൽ എഫക്ട്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ തരും. കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് വിത്ത് ഫ്രിക്ഷണൽ എഫക്റ്റ് ആണെങ്കിലാണ് ആക്ച്വലി FANNO ഫ്ലോ എന്നത്. ക്വസ്റ്റിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി എന്ത് വരും? കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ തരും, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ FANNO ഫ്ലോ ആണെന്ന് ക്വസ്റ്റിൻ്റെ അകത്ത് പറയും. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം എന്ത് നടക്കുന്നത്, FANNO ഫ്ലോ ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് വരയ്ക്കുക. ഫസ്റ്റ് പോർഷൻ ഇല്ലറ്റ് പോർഷൻ, എക്സിറ്റ് പോർഷൻ, റെഫറൻസ് സെക്ഷൻ വരയ്ക്കുക. ദാറ്റ് ഈസ് മാക്സിമം ലെങ്ത്. നമുക്ക് ലെങ്ത് വാല്യൂ പൈപ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇല്ലറ്റ് സെക്ഷൻ ആൻഡ് എക്സിറ്റ് സെക്ഷൻ വാല്യൂ ആയിരിക്കും. L max ആയിരിക്കും നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തരുന്നത്. ഇല്ലറ്റിലെ മാർക്ക് നമ്പറിന്റെ വാല്യൂ തരും, അതല്ലെങ്കിൽ ഇല്ലറ്റിലെ മാർക്ക് നമ്പർ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് M1 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് M1 കറസ്പോണ്ടിങ് ആയിട്ട് L max 1 കണ്ടുപിടിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും ഡീറ്റെയിൽഡ് ആയിട്ട്. ഒരു പ്രശ്നമില്ല, വളരെ സ്മൂത്ത് ആയിട്ട്. റെയിലേ ഫ്ലോയെക്കാട്ടിലും കുറേ കൂടി എളുപ്പമാണ് FANNO ഫ്ലോയുടെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട്. ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യം. ഓക്കെ, now we can move into first problem. The average friction factor for 50 mm diameter pipe is 0.004. The Mach number for the air at a particular section in a pipe is 0.25. Determine the length of the pipe. That is, we have to find out the length of the pipe. If the flow ends at a Mach number of 0.49, assume FANNO flow. ഓക്കെ, അപ്പോൾ ഫ്ലോ എൻഡ് ചെയ്യുന്ന മാർക്ക് നമ്പർ തന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്ക് നമ്പർ തന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ
that is equal to average friction factor, that is friction factor is given, therefore it is FANNO flow, and diameter of the pipe is equal to 50 mm and friction coefficient of friction is equal to 0.004. Okay, that is diameter of the pipe is equal to 50 mm and coefficient of friction, that is F is equal to 0.004, average friction factor, that is 0.004. Okay, the Mach number of air at a particular section in a pipe, that is inlet section, corresponding Mach number, that is M1 is equal to 0.25, and determine the length of the pipe. We have to find out the length of the pipe. If the flow ends at a Mach number of 0.49, that is M2, exit Mach number, that is M2 is equal to 0.49, we have to find out the length of the pipe, that is maximum length of the pipe. We have to find out the maximum length of the pipe. This is actually question. We have to find out the maximum length of the pipe. Okay, first of all, we have to draw a diagram, that is a pipeline with constant area. Pipeline with the constant area, that is the inlet section. Second one, that is the exit section value, that is equal to 1, 1 and 2, 2. Okay, next value is a reference section. Next value is a reference section or critical section. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന critical section. Okay, distance between the section 1 and the reference section, that is equal to L max 1. Distance between the inlet section and a reference section, that is equal to L max 1, and the distance between the exit portion and a reference section, that is equal to L max 2, and the distance between the inlet section and the exit section, that is equal to L max, that is the maximum length of the pipe. We have to find out the maximum length of the pipe. L max in the value ആണ് നമുക്ക് actually എന്ത് ചെയ്യേണ്ടത്, find out ചെയ്യേണ്ടത്. That is equal to M1 is equal to 0.25 and M2 is equal to 0.49. M2 is equal to 0.49 ആണ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതായത് ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ വാല്യൂസ് ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂസ് ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ നിന്ന് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ക്വസ്റ്റിനകത്ത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഫാനോ ഫ്ലോ ടേബിൾ എടുക്കാം. ഓക്കെ, ഫാനോ ഫ്ലോ ടേബിൾ. അപ്പോൾ എയർ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, ക്വസ്റ്റിനകത്ത് എയർ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഡിറ്റർമൈൻ ദി ലെങ്ത് ഓഫ് ദി പൈപ്പ്, ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് എന്തോ എയർ ആണ് മീഡിയം എന്ന് അസ്യൂം ചെയ്യുക, ദെൻ കറസ്പോണ്ടിങ് ഫാനോ ഫ്ലോ ടേബിൾ എടുക്കുക. ദാറ്റ് ഇസ് പേജ് നമ്പർ 81. ഗാമ ഈസ് ഇക്വൽ ടു 1.4. ഫ്ലോ of perfect gas with the friction, that is FANNO flow, that is gamma is equal to 1.4. Gamma is equal to 1.4. M1 is equal to 0.25. M1 is equal to 0.25. M1 is equal to 0.25 വാല്യൂ ഇതിനകത്തുണ്ടോ, ഇല്ല. ദാറ്റ് ഇസ് 0.24ഉം 0.26 വാല്യൂ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല. 0.25 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 0.25ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് മാക്സിമം ലെങ്ത് അല്ലേ കണ്ടുപിടിക്കാൻ. മാക്സിമം ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് 4FL max ഡിവൈഡ് ബൈ ഡി. ഇത് നമ്മൾ FM-നകത്ത് കേട്ടിട്ടുള്ള ഫോമിലെ അല്ലേ, 4FL max ഡിവൈഡ് ബൈ ഡി. ഞാൻ M1 ആണ് എടുക്കുന്നതെങ്കിൽ 4 എന്ന് പറഞ്ഞ ടൈം കോൺസ്റ്റന്റ്, F എന്ന് പറഞ്ഞ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കോൺസ്റ്റന്റ്, ഡി എന്ന് പറഞ്ഞ ഡയമീറ്റർ കോൺസ്റ്റന്റ്. ഏത് ടൈം മാത്രമേ ഉള്ളൂ വേരിയബിൾ, L max എന്ന് പറയുന്ന ഈ ടൈം മാത്രമേ ഉള്ളൂ വേരിയബിൾ. അപ്പോൾ M1 ആണെങ്കിൽ ഇതെന്ത് വരും, L max 1. M2 ആയിരുന്നെങ്കിലോ, ദാറ്റ് ഈസ് 4FL max ഡിവൈഡ് ബൈ ഡി. F കോൺസ്റ്റന്റ് ആണ്, 4 കോൺസ്റ്റന്റ് ആണ്, ഡി കോൺസ്റ്റന്റ് ആണ്, L max മാക്സിമം ലെങ്ത് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ദെൻ M2 ആണ് വാല്യൂ വരുന്നെങ്കിൽ ഇതെന്ത് വരും, L max 2 എന്നായിരിക്കും വാല്യൂ വരിക. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇക്വൽ ഫസ്റ്റ് വൺ M1 ഈസ് ഇക്വൽ 0.25 ആകുമ്പോൾ ആക്ച്വലി 9.37 ആൻഡ് 7.687 അല്ലേ. 9.37 ആൻഡ് 7.687 വരുന്ന വാല്യൂ. അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കാം. 9.387 ആൻഡ് 6.87 വാല്യൂ, അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുക. അതല്ലെങ്കിൽ ഇന്റർപോളേഷൻ വെച്ച് വാല്യൂ ചെയ്യുക. ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ് എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രം ഫാനോ ഫ്ലോ ടേബിൾ, that is from FANNO flow table, gamma is equal to 1.4. That is page number 81. Page number 81. Page number 81. That is M1 is equal to 0.25. M1 is equal to 0.25 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് that is 4FL max. 4FL max
divided by D is equal to 4FL max divided by D is equal to approximate value 8.537 വാല്യൂ ആയിരിക്കും. പിന്നെ നിങ്ങൾ ആവറേജ് വാല്യൂ എടുക്കുക അല്ലെങ്കിൽ ഇന്റർപോളേഷൻ വെച്ച് ചെയ്യുക. ഇന്റർപോളേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ആവറേജ് വാല്യൂ എടുക്കുക. ഇപ്പോൾ അപ്രോക്സിമേറ്റ് ഈ വാല്യൂ ആയിരിക്കും കിട്ടുക 8.537 ആയിരിക്കും വാല്യൂ വരുന്നത്. ഇപ്പോൾ ഇത് M1 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു M1 ആയതുകൊണ്ട് ഇത് എന്ത് വരുന്നത് LMAX 1 ആണ് വരുന്നത് അല്ലേ. M1 ആയതുകൊണ്ട് LMAX 1 ആയിരിക്കും എനിക്ക് വാല്യൂ വരുന്നത്. ഇതിന് എന്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? LMAX 1ന്റെ വാല്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് LMAX 1 is equal to 8.53 LMAX 1 is equal to 8.537 into D is equal to 50 millimeter. നമ്മൾ മീറ്ററിലല്ലേ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ 50 into 10⁻³ meter divided by that is equal to 4F. That is 4 into F. F is equal to 0.004. That is equal to LMAX 1 is equal to cross multiplier. That is equal to 8.537 into D divided by 4F. Divided by 4F ആ വാല്യൂ അതിന് corresponding value കിട്ടും. That is equal to LMAX 1 is equal to maximum length of the pipe. That is equal to maximum length of the pipe അല്ല, distance between the inlet section and the reference section. That is equal to 26.678 meter എന്ന് വരും വാല്യൂ. 26.678 meter എന്ന് വരും വാല്യൂ. വളരെ എളുപ്പമാണ്. ഓക്കെ, സിമിലർലി നമുക്ക് M2ന്റെ വാല്യൂ ക്വസ്റ്റിന് തന്നേക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ഫ്രം ഫാനോ ഫ്ലോ ടേബിൾ. അഗൈൻ ഗാമ ഈസ് ഈക്വൽ ടു 1.4 അല്ലേ. ദാറ്റ് ഈസ് പേജ് നമ്പർ M2 ഈസ് ഈക്വൽ ടു വാല്യൂ എത്ര M2 വന്നേക്കുന്നത് 0.49. സെയിം പേജ് നമ്പർ 0.49. അപ്പോൾ സെയിം പേജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 81.49 വാല്യൂ ഉണ്ടോ? ഇല്ല. 0.48നും 0.59 വാല്യൂ. അപ്പോൾ എന്താ വീണ്ടും അതിൻ്റെ ആവറേജ് വാല്യൂ 1.245ൻ്റെയും 1.069ൻ്റെയും ആവറേജ് വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് അറൗണ്ട് 1.157 വരും വാല്യൂ. ഓക്കെ, പേജ് നമ്പർ 81. ദാറ്റ് ഈസ് 4FL max 2 divided by D. That is equal to approximate 1.157 എന്ന് വരും വാല്യൂ. 1.157 എന്ന് വരും വാല്യൂ. അതിനകത്ത് നിന്ന് എന്തിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം? LMAX 2ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് LMAX 2 ഈസ് ഈക്വൽ ടു 1.157 ഇൻറ്റു D ഡിവൈഡഡ് ബൈ 4F എന്ന് വരും വാല്യൂ. ഓക്കെ, 4F എന്ന് വരും വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു LMAX 2 is equal to 1.157 into D. What is the diameter? 50 millimeter. That is 50 into 10⁻³ meter divided by 4 into F. F is equal to 0.004 എന്ന് വരും വാല്യൂ. ഓക്കെ, 0.00 എന്ന് വരും വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് LMAX 2 ഈസ് ഈക്വൽ ടു 3.616 മീറ്റർ എന്ന് വരും വാല്യൂ. 3.616 മീറ്റർ വരും വാല്യൂ. അപ്പോൾ നമുക്കറിയാം, ഡയഗ്രം നോക്കിക്കേ, LMAX 1ന്റെ വാല്യൂ അറിയാം, LMAX 2ന്റെ വാല്യൂ അറിയാം. അങ്ങനെയാണ് ഈ മാക്സിമം ലെങ്ത് ഓഫ് ദി പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് എടുത്താൽ പോരായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു LMAX ഈസ് ഈക്വൽ ടു LMAX 1 മൈനസ് LMAX 2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് LMAX 1? LMAX 1 ഈസ് ഈക്വൽ ടു 26.678. ദാറ്റ് ഈസ് ഈക്വൽ ടു 26.678 മൈനസ് 3.616. Okay, that is equal to approximately 23.062 meter. That is LMAX is equal to maximum length of the pipe is equal to 23.062 meter value. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. നമുക്ക് ഇത് സിമ്പിൾ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് മാർക്ക് നമ്പറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ രണ്ട് മാർക്ക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 4FL ഡിവൈഡ് ബൈ D എന്നുള്ള റേഷ്യോ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന പ്രോബ്ലങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എയർ ഫ്ലോസ് ത്രൂ ആൻ ഇൻസുലേറ്റഡ് സർക്കുലർ പൈപ്പ്. Air flows through an insulated circular pipe at a rate of 495 kilogram per minute. That is mass flow rate തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ഓക്കെ, എയർ ഫ്ലോസ് ത്രൂ ആൻ ഇൻസുലേറ്റഡ് സർക്കുലർ പൈപ്പ് അറ്റ് എ റേറ്റ് ഓഫ് 495 kilogram per minute. The pressure, temperature and Mach number of air at entrance
to the pipe are, that is inlet condition corresponding ആയിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചറും മാക് നമ്പർ വാല്യൂസ് ഉണ്ട്. ദ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ദ പൈപ്പ് ഈസ് അസ്യൂംഡ്, ദാറ്റ് ഇസ് വാല്യൂ തന്നിട്ടുണ്ട് 0.005, ദാറ്റ് ഇസ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ദാറ്റ് therefore it is FANNO flow. If the Mach number at the exit, okay, that is Mach number at the exit is given, that is equal to 0.5. Determine the diameter of the pipe. You have to find out what is the diameter of the pipe. ഇപ്പോൾ മാസ് ഫ്ലോ റേറ്റ് തന്നിരിക്കുന്നെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാം. നമുക്കറിയാം M is equal to rho into A into C ആ വാല്യൂ. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് ദി പൈപ്പ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മാക്സിമം ലെങ്ത് ഓഫ് ദി പൈപ്പ്. പ്രഷർ ടെമ്പറേച്ചർ ഓഫ് ദി എയർ അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി പൈപ്പ്, ദാറ്റ് ഇസ് equal to P2 T2. We have to find out the P2 T2 values and stagnation pressure loss, that is P01 minus P02 or P02 minus loss അല്ലേ. അപ്പോൾ larger value minus smaller value, that is P01 minus P02 ആണ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രോബ്ലമായിട്ട് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വീണ്ടും എന്ത് ചെയ്യുക? ഡയഗ്രാം വരയ്ക്കാം. Again we have to draw a diagram. Okay, that is the inlet section. Second one, that is the exit section. Third one, that is the reference section. That is equal to 1 inlet section, 2 is the exit section, and star condition, that is the reference section or critical section. And the distance between the inlet section and reference section, that is equal to L max 1. And distance between the exit section and reference section, that is L max 2. And distance between the inlet and exit section, that is the maximum length of the pipe, that is equal to L max. Okay, next one, it is given that P1 is equal to 0.3 megapascal and T1 is equal to 27 degrees Celsius and M1 is equal to 0.15 and M2 is equal to 0.5. Okay, we have to find out P2 T2 values. Okay, P01, P02 and stagnation pressure loss. ഓക്കെ, ഇതാണ് ആക്ച്വലി ഡയഗ്രാം. വളരെ സിമ്പിൾ അല്ലേ? കഴിഞ്ഞ പ്രോബ്ലം വരച്ച പോലെ തന്നെ ഡയഗ്രാം ആദ്യം അങ്ങ് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഡയമീറ്ററിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഡയമീറ്ററിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം നോക്കാം. ദാറ്റ് ഈസ് M is equal to 495 kilogram per minute. That is mass flow rate is given, that is 495 kilogram per minute, and P1 is equal to 0.3 megapascal, 0.3 megapascal, that is equal to 1 megapascal. നമ്മൾ മീറ്ററിലല്ലേ വാല്യൂ ചെയ്യുന്നത്, അപ്പോൾ മെഗാപാസ്കൽ, ഇപ്പോൾ പ്രഷറിന്റെ വാല്യൂ മെഗാപാസ്കലിൽ കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ 1 megapascal is equal to 1 Newton per millimeter square ആണ് വാല്യൂ, അല്ലെങ്കിൽ 1 into 10⁶ Newton per meter square വാല്യൂ. അതൊക്കെ കൺവേർഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. that is P1 is equal to 0.3 into 10⁶ Newton per meter square value. Okay, and T1 is equal to 27 plus 273, that is equal to 300 Kelvin, and M1 is equal to 0.15 and M2 is equal to 0.5. And coefficient of friction F is equal to 0.00. Coefficient of friction, that is equal to 0.005 ആണ് വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഡയമീറ്റർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റ് M is equal to rho AC ആ വാല്യൂ അല്ലേ. M is equal to rho AC ആ. Therefore M is equal to ഇല്ലറ്റിലെ പാരാമീറ്റർ ആണ് rho is equal to P1 divided by RT1 into A into what is C? C is equal to M is equal to C by A അല്ലേ. M is equal to C by A. Therefore C is equal to M into A, that is M1 into A1 ആ വാല്യൂ അല്ലേ. M is equal to C by A, therefore C is equal to M into A1 ആ വാല്യൂ. that is M is equal to P1 divided by RT1 into A into, that is M1 into A1 is equal to square root of gamma R T1 ആ വാല്യൂ. that is equal to P1. what is the value of P1? P1 is equal to 0.3 into 10⁶ divided by R is equal to 287. Air value into T1 is equal to 300 into A into M1 illetile Mach number 0.15 into root of gamma is equal to 1.4 into 287 into T1, that is equal to 300. Therefore area is equal to approximately 0.0709 meter square. 0.0709
0.0709 മീറ്റർ സ്ക്വയർ ആ വാല്യൂ. നമുക്കറിയാം ഏരിയ ഈസിക്കൽ ഫോമിൽ എന്തോ π/4 ഇൻറ്റു ഡി സ്ക്വയർ. പൈപ്പ് ലൈൻ അല്ലേ, അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ π/4 ഇൻറ്റു ഡി സ്ക്വയർ. ഇതിൽ നിന്ന് എന്തിൻ്റെ വാല്യൂ കിട്ടും? ഡയമീറ്റർ ഈസിക്കൽ ടു അപ്രോക്സിമേറ്റ്ലി 0.323 മീറ്റർ എന്ന് വരും. ഡയമീറ്റർ ഈസിക്കൽ 0.323 മീറ്റർ എന്ന് വരും. അപ്പോൾ ഡയമീറ്ററിന്റെ വാല്യൂ കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി, ദാറ്റ് ഇസ് ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ദി പൈപ്പ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി പൈപ്പ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇല്ലറ്റിലെ മാർക്ക് നമ്പർ എനിക്കറിയാം, എക്സിലെ മാർക്ക് നമ്പർ അറിയാം. അപ്പോൾ ഇല്ലറ്റിലെ മാർക്ക് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് 4FL max ഡിവൈഡ് ബൈ ഡി എഴുതുക. എക്സിലെ മാർക്ക് നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് 4FL max ഡിവൈഡ് ബൈ ഡി എഴുതുക. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നിട്ടും മാക്സിമം ലെങ്ത് ഓഫ് ദി പൈപ്പ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് വൺ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. ഫസ്റ്റ് വൺ ഡയ ഓഫ് പൈപ്പ്. Okay, next one, second parameter, length of the pipe. We have to find out the length of the pipe. Okay, the length of the pipe from FANNO flow table. Gamma is equal to 1.4. From FANNO flow table, gamma is equal to 1.4, and m1 is equal to, what is inlet Mach number? Inlet Mach number is equal to 0.15. Okay, 0.15, that is 4FL max 1 divided by d. 4FL max 1 divided by d, that is equal to approximately, that is 0.15. 0.15 FANNO flow table ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യില്ല. 0.15 ഇല്ല, 0.14ഉം 0.16 ഉള്ളൂ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യുക? that is equal to 32.511ഉം 24.197 ആയിരിക്കും വാല്യൂ വരുന്നത് അല്ലേ, 7 വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കാം, 0.15 അല്ലേ, അപ്പോൾ 32.24 അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കാം, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 28.12 എന്ന് വരും വാല്യൂ. ഓക്കെ, 28.12 എന്ന് വരും വാല്യൂ. ഇതിൽ നിന്ന് LMAX 1ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് LMAX 1 ഈസ് ഈക്വൽ ടു 28.12 ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 4F. That is equal to 28.12 into, what is the diameter of the pipe? ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല ഡയമീറ്ററിന്റെ വാല്യൂ 0.323 divided by 4 into F. Coefficient of friction is equal to 0.005 ആ വാല്യൂ. Okay, that is equal to LMAX 1 is equal to maximum length of the pipe is equal to 454.14 മീറ്റർ ആ വാല്യൂ. 454.14 മീറ്റർ ആണ് വാല്യൂ. ഇത് കിട്ടി LMAX 1ൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. ഓക്കെ, സിമിലർലി LMAX 2ൻ്റെ വാല്യൂ ചെയ്യാം. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഫ്രം FANNO flow table, gamma is equal to 1.4 and m2, what is exit Mach number? Exit Mach number is equal to 0.5. ഇത് ഡയറക്റ്റ് വാല്യൂ ഉണ്ട് ഡേറ്റാ ബുക്കിൽ. പേജ് നമ്പർ 81. പേജ് നമ്പർ 81 ആ വാല്യൂ. ഓക്കെ, അപ്പോൾ m2 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.5, ദാറ്റ് ഇസ് പേജ് നമ്പർ 81 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്റ്റ് വാല്യൂ ഉണ്ട് 1.069 ആ വാല്യൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു 4FL max 2 divided by d is equal to 1.069 ആ വാല്യൂ. Therefore LMAX 2 is equal to 1.069 into d divided by 4F. That is equal to 1.069 into d, 0.323 divided by 4 into 0.005 ആ വാല്യൂ. ഓക്കെ, that is equal to LMAX 2 is equal to approximately 17.108 മീറ്റർ എന്ന് വരും. 17.108 മീറ്റർ എന്ന് വരും. ഓക്കെ, therefore what is the maximum length of the pipe? Maximum length of the pipe ഈ ഡയഗ്രത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. Maximum length of the pipe is the distance between LMAX 1 and LMAX 2 ആ വാല്യൂ. ഓക്കെ, that is equal to LMAX is equal to LMAX 1 minus LMAX 2, that is equal to 454.14 minus 17.108 ആ വാല്യൂ. That is maximum length of the pipe. LMAX is equal to 437.032 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ മാക്സിമം ലെങ്ത് ഓഫ് ദി പൈപ്പ് വളരെ സിമ്പിളാണ്. ഇത്തിരി സ്പീഡിലാണ് എടുത്തേക്കുന്നത്.
ഓക്കെ 437 ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വീഡിയോ കാണേണ്ടി വരും കേട്ടോ. 437.032 മീറ്റർ എന്ന് വന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ആ പാർട്ട് കഴിഞ്ഞു. ഏതൊക്കെ പാർട്ടാണ് കഴിഞ്ഞത്? നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിച്ചു അല്ലേ, ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് ചെയ്തു, ലെങ്ത് ഓഫ് ദി പൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എക്സിലെ പ്രഷറും ടെമ്പറേച്ചർ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, എക്സിലെ പ്രഷർ അതുപോലെ തന്നെ എക്സിലെ ടെമ്പറേച്ചർ വാല്യൂസാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇല്ലറ്റിലെ പ്രഷർ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിലെ പ്രഷർ കണ്ടുപിടിക്കാം, ഒരു പ്രയാസമില്ല. നോക്കിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് P/P* ടൈം ഉണ്ട്. അപ്പോൾ M1 ആണ് എഴുതുന്നതെങ്കിൽ P1/P* എന്ന് വരും, M2 ആണ് എഴുതുന്നതെങ്കിൽ P2/P* എന്ന് വരും. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ P* ടൈം അങ്ങ് ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? P2/P1 അല്ലെങ്കിൽ P1/P2 കിട്ടും. ഓൾറെഡി P1 വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തിൻ്റെ വാല്യൂ കിട്ടും? P2 വാല്യൂ കിട്ടത്തില്ലേ? സിമിലർലി T1/T*, T2/T* വാല്യൂ എഴുതാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ T* ടൈം ക്യാൻസൽ ആവും. T1 ഓൾറെഡി ക്വസ്റ്റിൻ്റെ അതുകൊണ്ട് എന്ത് കിട്ടും? T2 വാല്യൂ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം എക്സിലെ പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, തേർഡ് പോയിന്റ് P2 ആൻഡ് T2 വാല്യൂസ് ആണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യണം. വെക്കാം. ഫ്രം ഫാനോ ഫ്ലോ ടേബിൾ that is equal to P2 divided by P1 is equal to P2 divided by P* divided by P1 divided by P*. ഇങ്ങനെ വാല്യൂ എഴുതാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് M2 കറസ്പോണ്ടിങ് വാല്യൂ, ഇത് M1 കറസ്പോണ്ടിങ് വാല്യൂ. ഓക്കെ, ദറ്റ് ഈസ് M2 ഈസ് ഈക്വൽ ടു എനിക്കറിയാം 0.5 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. M1 ഈസ് ഈക്വൽ ടു വാല്യൂ അറിയാം, അതും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 0.15. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് എവിടെ നിന്ന് എടുക്കണ്ടേ? ഫാനോ ഫ്ലോ ടേബിളിൽ നിന്ന് എടുക്കണ്ടേ. ഫാനോ ഫ്ലോ ദാറ്റ്സ് ഈക്വൽ ടു ഫാനോ ഫ്ലോ ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കാം. പേജ് നമ്പർ എത്ര ആയിരുന്നു? 81 അല്ലേ? പേജ് 81. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു P2 divided by P1. ദാറ്റ് ഈസ് ഈക്വൽ പേജ് നമ്പർ 81 ഈ വാല്യൂ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് 2.138 ഡിവൈഡ് ബൈ P1/P* വാല്യൂ എനിക്ക് കിട്ടുന്നത് 7.319 എന്ന വാല്യൂ കിട്ടുക. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.292 എന്ന് വരും വാല്യൂ. ഓക്കെ, therefore P2 is equal to 0.292 into P1. That is equal to 0.292 into P1. What is the value of P1? P1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 0.3 എന്ന് വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത് അല്ലേ. ദറ്റ് ഇസ് 0.3 മെഗാ പാസ്കൽ ആണ് വാല്യൂ എനിക്ക് കിട്ടുക. ദറ്റ് ഇസ് ഈക്വൽ ടു P2 is equal to 0.0876 മെഗാ പാസ്കൽ എന്ന് വരും വാല്യൂ. ആ കിട്ടുന്ന റിസൾട്ട് മെഗാ പാസ്കൽ ഇൻറ്റു 10⁻⁶ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് Nm/m² ഈ വാല്യൂ എഴുതായിരുന്നു. അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല, റിസൾട്ട് സെയിം തന്നെ വാല്യൂ വരുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം? T2 വാല്യൂയും ചെയ്യാം അല്ലേ. T2 വാല്യൂ എങ്ങനെ ചെയ്യുന്നത്? T2 divided by T1 അല്ലേ. T2 divided by T1 is equal to T2 divided by T* divided by T1 divided by T* എന്ന് വരും അല്ലേ. T2 divided by T* divided by T1 divided by T* എന്ന് വരും. Again that is Mach number M2 Mach number M1. ഓക്കെ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ M2 is equal to 0.5 and M1 is equal to 0.15. ഇത് ഏത് ടേബിളിൽ നിന്നാണ്? ഫാനോ ഫ്ലോ ടേബിൾ ടേബിളിൽ നിന്ന് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. ഓക്കെ, പേജ് നമ്പർ സെയിം തന്നെ 81 ആ വാല്യൂ. ഓക്കെ, therefore that is equal to T2 divided by T1 is equal to 1.143 divided by 1.1945 എന്ന് വരും വാല്യൂ, വിച്ച് ഈസ് ഈക്വൽ ടു 0.957 എന്ന് വരും റിസൾട്ട്. ഓക്കെ, therefore T2 is equal to T1 into 0.957. that is T2 is equal to T1. what is the value of T1? T1 is equal to 300 into 0.957. that is T2 is equal to 287.1 Kelvin എന്ന് വരും വാല്യൂ. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് 287.1 Kelvin എന്ന് വരും വാല്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രഷർ കണ്ടുപിടിച്ചു, ടെമ്പറേച്ചർ വാല്യൂ കണ്ടുപിടിച്ചു. ഇത്തിരി സ്പീഡിലാണ് പ്രോബ്ലം ചെയ്യുന്നത്, റിപ്പീറ്റ് ആയിട്ട് കാണേണ്ടി വരും. സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി P01 ലോസ് അല്ലേ. അപ്പോൾ ലാർജർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ ദാറ്റ്സ് P01 മൈനസ് P02ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ P01 ആണെങ്കിലും P02 ആണെങ്കിലും വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഐസോട്രോപിക് ഫ്ലോ ടേബിളിൽ നിന്നാണ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഐസോട്രോപിക് ഫ്ലോ, അപ്പോൾ ഈ പൈപ്പ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഐസോട്രോപിക് ഫ്ലോ എന്ന് അസ്യൂം ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? പ്രോബ്ലം വാല്യൂ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു P02 മൈനസ് P01. അപ്പോൾ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസിൻ്റെ വാല്യൂ ആണ് ലാസ്റ്റ് വൺ.
ലാസ്റ്റ് വാല്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു P01 മൈനസ് P02 വാല്യൂ ചെയ്യണം. അപ്പോൾ P01 മൈനസ് P02 വാല്യൂ ചെയ്യാനായിട്ട് ആദ്യം എനിക്ക് എന്തിൻ്റെ വാല്യൂ അറിയണം? P01ൻ്റെ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ വാല്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് P01ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ എടുക്കുക, വാല്യൂ പേജ് നമ്പർ 28, isentropic flow table, gamma is equal to 1.4, that is m1 is equal to, what is the value m1? m1 is equal to 0.15. Okay, m1 is equal to 0.15. അപ്പോൾ m1 is equal to 0.15 കറസ്പോണ്ടിങ് ആയിട്ട് P1 ഡിവൈഡ് ബൈ P01ൻ്റെ വാല്യൂ എനിക്കറിയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.984 ആ വാല്യൂ. ആ പോയിന്റ് നോട്ട് ചെയ്യാം, പേജ് നമ്പർ 28. ഓക്കെ, അപ്പം സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ വാല്യൂ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആൻഡ് m1 ഈസ് ഈക്വൽ ടു 0.15. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് P1 ഡിവൈഡ് ബൈ P01ൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. P1 ഡിവൈഡ് ബൈ P01 ഈസ് ഈക്വൽ ടു എത്ര വരും? വാല്യൂവിൻ്റെ അത് എഴുതിയേക്കുന്നത് 0.15 കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 0.984 ആ വാല്യൂ. ഓക്കെ, 0.984 ആ വാല്യൂ. ദെർഫോർ P1 ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.3 ആ വാല്യൂ. ദാറ്റ് ഇസ് ഫോർ P01 ഈസ് ഈക്വൽ ടു P1 ഡിവൈഡ് ബൈ 0.984 ആ വാല്യൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.3 ഡിവൈഡ് ബൈ 0.984 ആ വാല്യൂ അല്ലേ? 0.3 ഡിവൈഡ് ബൈ 0.984 ആ വാല്യൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു P01 ഈസ് ഈക്വൽ ടു 0.305 മെഗാപാസ്കൽ ആ വാല്യൂ. ഓക്കെ, 0.305 മെഗാപാസ്കൽ വാല്യൂ. ഇനി നമുക്ക് എന്തിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം? P02ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട്. P02ൻ്റെ വാല്യൂ നമുക്ക് പല മെത്തേഡിൽ ചെയ്യാൻ പറ്റും. P02ൻ്റെ വാല്യൂം ഇതിനകത്തുനിന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ നിന്ന് ചെയ്യാം. കാരണം എനിക്ക് P2 ഓൾറെഡി ഫാനോ ഫ്ലോയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, വാല്യൂ തെറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? P1 ബൈ P01ന് പകരം P2 ഡിവൈഡ് ബൈ P01 എന്ന് വരും. ഓക്കെ, P1 ബൈ P01 വരും, P2 ഡിവൈഡ് ബൈ P01 വരും. ഇതിൽ നിന്ന് ആ P2ൻ്റെ വാല്യൂ ഓൾറെഡി എനിക്കറിയാം, ഡയറക്റ്റ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? P02ൻ്റെ വാല്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ വേറെ ഏത് മെത്തേഡ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ P01ൻ്റെ വാല്യൂ എനിക്കറിയാമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിന് പകരം എനിക്ക് വേണമെങ്കിൽ അവിടെ പോവാം, ഫാനോ ഫ്ലോ ടേബിളിൽ പോവാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് P01ൻ്റെ വാല്യൂ എനിക്കറിയാം അല്ലേ? P01 അറിയാമെങ്കിൽ P0 സ്റ്റാറിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, P0 സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടും. P0 സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ M2ൻ്റെ വാല്യൂ എനിക്കറിയാം. M2 ഇസിക്കൽ 0.5 അല്ലേ? 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് P02 ഡിവൈഡ് ബൈ P0 സ്റ്റാർ എന്ന് എഴുതാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തിൻ്റെ വാല്യൂ കിട്ടും? P02ൻ്റെ വാല്യൂ കിട്ടും അല്ലേ? ഏത് മെത്തേഡിൽ വേണമെങ്കിലും പ്രോബ്ലം ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് പറഞ്ഞിരിക്കുന്നത്. ഐസെൻട്രോപിക് ഫ്ലോയിൽ നിന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ P02ൻ്റെ വാല്യൂ കിട്ടാം. അതല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? ഫാനോ ഫ്ലോ ടേബിളിൽ പോയിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? P02ൻ്റെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഓൾറെഡി P0 സ്റ്റാറിൻ്റെ വാല്യൂ എനിക്ക് കിട്ടും. M1ന് കറസ്പോണ്ടിങ് P01 ബൈ P0 സ്റ്റാർ, അതിൽ നിന്ന് P0 സ്റ്റാറിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക? M2ന് കറസ്പോണ്ടിങ് ആയിട്ട് P02 ഡിവൈഡ് ബൈ P0 സ്റ്റാർ. ഓക്കെ, P0 സ്റ്റാറിൻ്റെ വാല്യൂ എനിക്കറിയാം, ഡയറക്റ്റ് എന്ത് കിട്ടും? P02ൻ്റെ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, രണ്ട് മെത്തേഡിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ നിന്ന് തന്നെ എങ്ങനെ ചെയ്താലും എന്തായിരിക്കും ആൻസർ സെയിം ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഐസെൻട്രോപിക് ഫ്ലോ ടേബിളിൽ നിന്ന് തന്നെ ഫ്രം ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആൻഡ് M2 ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, M2 ഈസ് ഈക്വൽ ടു 0.5. പേജ് നമ്പർ 29. ഓക്കെ, പേജ് നമ്പർ 29. ദാറ്റ്സ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ P02 ഈസ് ഈക്വൽ ടു 0. P2 ഡിവൈഡ് ബൈ P02 0.843 എന്ന് വരും വാല്യൂ. ടേബിൾ നോക്കാം. ഓക്കെ, therefore P02 ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1039 മെഗാപാസ്കൽ എന്ന് വരും. ഓക്കെ, നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഡെൽറ്റ P0 ഈസ് ഈക്വൽ ടു P02 മൈനസ് P01 അല്ലെങ്കിൽ P01 മൈനസ് P02. P02 മൈനസ് P01 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.305 മൈനസ്
0.1039. Okay, that is equal to 0.2011 megapascal. 0.2011 megapascal ആ വാല്യൂ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല, പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? ഐസെൻട്രോപ്പി ഫ്ലോ എന്ന് വാല്യൂ ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ, ഇല്ലറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് മെയിനായിട്ട് ഐസെൻട്രോപ്പി ഫ്ലോ യൂസ് ചെയ്യുന്നത്. എക്സിറ്റിലെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പോയിട്ട് എന്താ ഫാനോ ഫ്ലോ ടേബിളിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഐസെൻട്രോപ്പി ഫ്ലോ ടേബിളിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക, കണ്ടിട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ എപ്പോൾ വേണമെങ്കിലും വിളിക്കുക, ഞാൻ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഈ ചെയ്യുന്നതിനൊക്കെ പ്രയോജനം ഉണ്ടാകണം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.